ഹലോ അസ്സാമു അലൈക്കും. ചത്തിരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മീൻ ബിരിയാണിയുടെ റെസിപ്പി വീഡിയോയുമായിട്ടാണ്. വളരെ വ്യത്യസ്തമായ ഒരു രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇതിൽ തൈരൊന്നും നമ്മൾ ചേർക്കുന്നില്ല. നമ്മുടെ നാട്ടിലൊക്കെ തൈരൊക്കെ ചേർക്കാതെയാണ് മീൻ ബിരിയാണി തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ. ബാ. അപ്പോൾ ഈ ഒരു മീൻ ബിരിയാണി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 3/4 കിലോ അയക്കുറ മീനാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഇവിടെ അയക്കുറ എന്നാണ് പറയുന്നത്, കിങ് ഫിഷ് എന്ന് പറയും. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു വലിയ ടേബിൾ സ്പൂൺ മുളക് പൊടി, അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതൊക്കെ ചേർത്തിട്ട് നമ്മളിതൊന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കണം. ചുരുങ്ങിയത് 1 മണിക്കൂർ നേരത്തേക്ക് നമ്മൾ ഈ മീനിങ്ങനെ തന്നെ വെക്കണം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് സാധനങ്ങളൊക്കെ തയ്യാറാക്കി വെക്കാം. ബിരിയാണിയുടെ മസാലയ്ക്ക് വേണ്ടിയിട്ട് 5 വലിയ സവാള, 4 മീഡിയം സൈസ് വലിപ്പത്തിലുള്ള തക്കാളി, പിന്നെ ഒരു വലിയ ഉണ്ട എന്ന് പറയും നമ്മുടെ വെളുത്തുള്ളി, ആ വെളുത്തുള്ളി, പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ 4-5 പച്ചമുളക്. അപ്പോൾ ഇതിൽ നിന്നും 2 വലിയ സവാള നമ്മൾ നേരിയതായിട്ട് അരിഞ്ഞിട്ട് അതാദ്യം തന്നെ നമ്മളൊന്ന് പൊരിച്ച് മാറ്റി വെക്കണം. ബിരിയാണി തയ്യാറാക്കുമ്പോൾ അറിയാമല്ലോ, നമ്മൾ അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു സവാള ഇങ്ങനെ വറുത്ത് കോരി വെക്കാറുണ്ട്. അതില്ലെങ്കിൽ എന്ത് ബിരിയാണി അല്ലേ. അപ്പോൾ കുറച്ച് വാചകം കൂടിപ്പോയോ എന്നൊരു സംശയം, എന്നാലും ഒന്ന് ക്ഷമിക്കുക. അങ്ങനെ നമ്മുടെ സവാളയും അതോടൊപ്പം തന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒക്കെയും വറുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ വറുത്ത് കഴിഞ്ഞാൽ ഒരു പിടി കറിവേപ്പില കൂടി ഈ ഒരു എണ്ണയിലേക്ക് ഇട്ടിട്ട് വറുത്ത് കോരണം. ഈ ഒരു സമയത്ത് നമ്മൾ സ്റ്റൗവിൽ തീ ഓഫാക്കിയിട്ട് വേണം ഇതിലേക്ക് കറിവേപ്പില ഇടാൻ, അല്ലെങ്കിൽ കറിവേപ്പില പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അങ്ങനെ നമ്മുടെ സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കറിവേപ്പിലയും ഒക്കെയും നമ്മൾ പൊരിച്ച് കോരി, അങ്ങനെ നമ്മൾ അതിലെ എണ്ണയൊക്കെ വാലാൻ വേണ്ടിയിട്ട് ഒരു കൂരയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കൂര എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇട്ടതിന് ശേഷം ഇനി നമുക്ക് ഇതിൽ കുറച്ച് എണ്ണ ഇതിൽ നിന്നും നമ്മളെടുത്തിട്ട് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് നമ്മൾ 1 മണിക്കൂർ നേരത്തേക്ക് പുരട്ടി വെച്ചിരിക്കുന്ന നമ്മളെ മസാല പുരട്ടിയ മീനുണ്ടല്ലോ, അത് ഒന്നിട്ടിട്ട് 2 സൈഡും തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കുക. പൊരിക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഇത് നന്നായിട്ട് പൊരിച്ചെടുക്കരുത്. ചില ആൾക്കാരൊക്കെ ഭയങ്കര ടൈറ്റിൽ ഇത് പൊരിച്ചെടുക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ പൊരിക്കരുത്. ഇത് വേവുകയും വേണം, എന്നാൽ നന്നായിട്ട് ഇതിൽ ഇങ്ങനെ കല്ല് പോലെ ആവില്ല, ആ ഒരു രീതിയിൽ പൊരിക്കരുത്. അങ്ങനെ അതൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മുടെ മീൻ എല്ലാം തന്നെയും നമ്മളിവിടെ പൊരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേറൊരു സാധനം കൂടി വേണം. ഇതാണ് നമ്മൾ തൈരിന് പകരമായി ചേർക്കുന്ന അരമുറി തേങ്ങ നന്നായിട്ട് അരച്ച് പേസ്റ്റ് പോലെ ആക്കി മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് നമ്മുടെ ബിരിയാണി ഉണ്ടാക്കി തുടങ്ങാം. ബിരിയാണിയുടെ മസാലയാണ് ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ മീൻ പൊരിച്ചതിൽ നിന്നും കുറച്ച് എണ്ണ, ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിക്കുക. അതിനേക്കാളും കൂടുതൽ വേണ്ടവർ അങ്ങനെ ഒഴിക്കുക. അപ്പോൾ അങ്ങനെ ഒഴിച്ചതിന് ശേഷം ബാക്കി നമ്മൾ 3 സവാള മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, വറുക്കാത്തത്, ആ ഒരു സവാള കൂടിയിട്ട് നന്നായിട്ട് വഴറ്റുക. ഏകദേശം വഴന്ന് വന്നാൽ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുക. ഒക്കെ ചതച്ചതാണ്, അരച്ചിങ്ങനെ പേസ്റ്റ് പോലെ ആക്കരുത്, ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. അങ്ങനെ അതും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 3-4 പച്ചമുളക്, ഇവിടുത്തെ പച്ചമുളക് നല്ല എരിവുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ 3-4 ചേർത്തത്. അല്ലെങ്കിൽ എരിവില്ലാത്തതാണെങ്കിൽ കുറച്ചുകൂടി ചേർക്കുക. പിന്നെ പാകത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റി ഇതിലെ തക്കാളിയിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വരുന്നവരെയും നമുക്കിതൊന്ന് അടച്ചു കൊടുക്കണം. അങ്ങനെ അടച്ച് ഇത് നന്നായിട്ട് മസാലകളെല്ലാം തന്നെ യോജിച്ച് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ബിരിയാണി മസാല ചേർത്ത് കൊടുക്കണം. പിന്നെ 1 ടേബിൾ സ്പൂൺ, ഒരു ടേബിൾ സ്പൂൺ ഫുള്ള് വേണ്ട, ഒരു 3/4 ടേബിൾ സ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മസാലയുടെ പച്ചമണങ്ങളൊക്കെ മാറുന്നവരേക്കും ഇത് വഴറ്റി കൊടുക്കുക. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഒരു മസാലയിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. മഞ്ഞൾപ്പൊടി ചേർക്കാതെയാണ് നമ്മളൊരു മസാല ഇവിടെ തയ്യാറാക്കുന്നത്. ഇപ്പോൾ നമ്മൾ 2 മസാലകൾ മാത്രമാണ്, പൊടികളാണ് ഇതിലേക്ക് ആകെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്, ബിരിയാണി മസാലയും ഗരം മസാലയും. ഇനി എരിവ് കുറച്ചുകൂടി വേണമെന്നുള്ളവർ മാത്രം ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഇനി നമ്മൾക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാപ്പീര ഉണ്ടല്ലോ, നല്ല പേസ്റ്റ് പോലെയാണ് ഇത് അരച്ചിരിക്കുന്നത്, അതും കൂടി ചേർത്തിട്ട് ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് വലിയ ജീരകത്തിൻ്റെ പൊടി, അത് ഏകദേശം 1 ടേബിൾ സ്പൂണോളം വലിയ ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ചിലർ ഈ അരയ്ക്കുന്ന സമയത്ത് ആ തേങ്ങാപ്പീരയിലേക്ക് ഇട്ട് അരയ്ക്കാറുണ്ട്. പിന്നെ എൻ്റെ അടുത്തുള്ളത് പൊടിയായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സമയത്ത് അത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി
യോജിപ്പിച്ച് കുറച്ച് വെള്ളം കൂടി ഒരു ഏകദേശം അരക്കപ്പോളം വെള്ളം കൂടി ഇതിലേക്ക് ചേർത്തിട്ട് മസാല ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഈ മസാലയുടെ പച്ച രുചിയൊക്കെ ഒന്ന് മാറുന്നവരേക്കും ഇതൊന്ന് വേവിക്കണം. ഈ ഒരു സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം. അധികം തീയൊന്നും കൂട്ടരുത്, മസാല കരിഞ്ഞു പോവും. പിന്നെ ഈ ഒരു സമയത്ത് ഈ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഇത് നല്ല ഒരു തിള വരുമ്പോൾ നല്ലോണം വെട്ടി തിളയ്ക്കുമ്പോൾ നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങളുണ്ടല്ലോ അതെല്ലാം തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി മീൻ പൊടിയാതെ ശ്രദ്ധിക്കണം. പൊരിച്ചത് കൊണ്ട് അധികം പൊടിയില്ല, എന്നാലും നമ്മൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി ഇത് അധികം ബലം പിടിച്ചിട്ടൊന്നും ഇളക്കി കൊടുക്കരുത്. വളരെ സൂക്ഷിച്ചാണ് ഈ ഒരു സമയത്ത് കൈകാര്യം ചെയ്യേണ്ടത്. മെല്ലെ മെല്ലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മതിയാവും. അങ്ങനെ നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചോറ് വെക്കുന്ന പണിയാണ് എടുത്തത്. ഇത് ആ ഒരു സമയത്ത് ഒരു സിമ്മിലിട്ടിട്ട് നമുക്ക് ചോറ് വെക്കാൻ തുടങ്ങാം. ഞാനിപ്പോൾ ഒരു 3 കപ്പ് അരിയിലാണ് ഈ ഒരു ചോറ് തയ്യാറാക്കുന്നത്. നമ്മൾ ഏത് പാത്രത്തിലാണോ അരി അളന്നിരിക്കുന്നത് ആ ഒരു പാത്രത്തിൻ്റെ 1.5 വെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു ഗ്ലാസ്സിലാണ് അരി അളന്നിരിക്കുന്നതെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിക്കും. പിന്നെ അതിനുശേഷം അതിലേക്ക് ഹോൾ സ്പൈസസ് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്, അതുകൊണ്ട് ഞാനത് നീട്ടി പറയുന്നില്ല. പിന്നെ നമ്മുടെ ഇവിടെ അല്ലേ പ്രത്യേകമായിട്ട് നമ്മളിത് ഈ ഒരു ഇല കൂടി ഇവിടെ ചേർക്കാറുണ്ട്. ഇലയുടെ പേര് എനിക്കറിയില്ല, രമ്പയില എന്നാണ് അറിയപ്പെടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിവിടെ ബിരിയാണി ഇല എന്ന് പറയും. പിന്നെ അരി വെട്ടി തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ആർക്കേജും പിന്നെ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടാണ് ഈ ഒരു ചോറ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അരിയിട്ടൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല, അതൊക്കെ അറിയാവുന്നതുകൊണ്ട് നമ്മളത് കാണിക്കുന്നില്ല. നമ്മുടെ ചോറൊക്കെ നല്ല രീതിയിൽ തന്നെ വറ്റിച്ചെടുക്കുന്നുണ്ട്. നമ്മളത് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരിയിത നല്ല അടിപൊളിയായിട്ട് നമ്മളെ ചോറ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഈ ഒരു ചൂടോടുകൂടി തന്നെ ഇത് എന്ത് ചെയ്യണം, നമുക്ക് ദമ്മിടാൻ നോക്കണം. അതായത് ഈ ചോറിനും അതേപോലെ തന്നെ ഈ മസാലയ്ക്കും ഒരേ ലെവലിലുള്ള ചൂടാണ് ഈ ഒരു നമ്മൾ ദമ്മിടുന്ന സമയത്ത് ഉണ്ടാവേണ്ടത്. പിന്നെ ഇതിൽ നിന്ന് നമ്മൾ കുറേ മസാലകൾ വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അടിയിൽ കുറച്ച് മസാല നിരത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആദ്യം നമ്മൾ ചോറിട്ട് കൊടുക്കുക. പിന്നെ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ കുറച്ച് ആർക്കേജ് കൂടി ഒഴിച്ച് കൊടുക്കുക. ഞാൻ പിന്നെ ഇപ്പോൾ ഒഴിക്കുന്നില്ല, കാരണം എൻ്റെ ചോറിൽ അത്യാവശ്യത്തിന് നെയ്യുള്ളത് കൊണ്ട് ഞാൻ പിന്നെ കൂടുതലായിട്ട് ഇപ്പോൾ എണ്ണ ആവും എന്നുള്ളത് കൊണ്ട് ഞാൻ ഒഴിക്കുന്നില്ല. പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ചിട്ടുള്ള അണ്ടി, കിസ്മിസ്, അതേപോലെ സവാളയുടെ ആ ഒരു മിശ്രിതം കൂടി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി. ഇങ്ങനെ ഈ ഒരു പ്രോസസ്സ് നമ്മുടെ മസാലയും ഈ ചോറും തീരുന്നവരെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ അവസാനത്തെ ലെയറാണ്. എല്ലാം കൂടി നമ്മൾ സെറ്റാക്കി അവസാനം ചോറാണ് ഉണ്ടാവേണ്ടത്. അതിൻ്റെ മുകളിൽ നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവസാനത്തേക്ക് നമ്മൾ കുറച്ച് സവാളയും മല്ലിയിലയുടെ ആ ഒരു മിക്സ് കൂടി ഉണ്ടാക്കിയിരുന്നു. അതും കൂടി ആകുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ നമ്മൾ ഇടയിലൊക്കെ ചെയ്തില്ലേ, അത് സംഭവം തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളത് സ്റ്റൗവിലേക്ക് സിമ്മിലൊന്ന് ദമ്മിട്ട് കൊടുക്കുക. എൻ്റെ അടുത്ത് ഫോയിൽ പേപ്പർ ഉണ്ടായിരുന്നില്ല. ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ അതുകൂടി ഇത് കവർ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഇതൊന്ന് ദം ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അരമണിക്കൂറിന് ശേഷമാണ് ഞാനിത് സെർവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ തൈരിടാതെ ഉണ്ടാക്കിയിട്ടുണ്ടോ നിങ്ങൾ? അപ്പോൾ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു വ്യത്യസ്തമായ രുചിയായിരിക്കും. എപ്പോഴും തൈരിട്ടിട്ടൊക്കെ അല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ തേങ്ങാപ്പീര ഇങ്ങനെ അരച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പിന്നെ ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തുന്നതായിരിക്കും. എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ രുചിക്കുന്ന ആളിപ്പോൾ എൻ്റെ കൂടെ ഇവിടെ കോട്ടേഴ്സിലില്ല. അവൾ നാട്ടിൽ പോയിരിക്കുകയാണ്, സൈബ മോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് രുചിക്കാൻ ആളില്ല. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും അസ്സലാമു അലൈക്കും.